വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്ന പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും. തട്ടി വീഴരുത്. കണ്ണുണ്ണി, നിനക്ക് രചൻ പാടത്തേക്ക് അറിയട്ടെ. അച്ഛൻ അവിടെ. എന്തിനാടാ വെയിലുള്ള നിങ്ങടെ പോന്നേ? അമ്മാമ വന്നിട്ടുണ്ട്. ഏതമ്മാമ? നമ്മുടെ ഗോവിന്ദ മാമേ. എന്തിനാണോ നിങ്ങടെ എന്നല്ലേ? നീ വയ്ക്കോ, ഞാൻ ഈ കണ്ട അങ്ങടെ ഉഴുതു മുട്ടിച്ചിട്ട് വന്നേക്കാം. ചെയ്തലിക്ക, ഒരു രണ്ടിയാലും ഞാൻ പിടിക്കാം. ഓ വേണ്ട വേണ്ട, കാലിൽ വല്ല മുള്ളോ കല്ലോ കൊള്ളൂടാ. മുള്ളൊന്നും കൊള്ളില്ല എന്റെ ഏട്ടാ. മക്കളെടുത്തിട്ടേ ഓടിയേ, നടക്കാനല്ലേ പറഞ്ഞോളൂ. നിക്കൂ. പറഞ്ഞാലും കേൾക്കില്ല. പരിചയമില്ലാണ്ട് ചെളിയിൽ ചവിട്ടി നടന്നാലും കാല് വേദനിക്കൂടാ. സാരല്ലേ ഏട്ടാ. ഹൈ, ഒന്ന് അനങ്ങി നടക്കണ്ട മൂരിയെ. എന്റെ തോന്നലൊന്നല്ല, അല്ലെങ്കിൽ പാടത്തിന് വരാൻ അത്ര നേരമൊന്നും വേണ്ട. ഇന്നോട് ഇത്തിരി സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിലല്ലേ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരണ്ടുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം എനിക്കറിയാം. കുഞ്ഞണ്ണായർക്കുള്ള സ്ഥാനം എനിക്കിവിടെ ഇല്ല. പറയുമ്പോ മുള്ളിപ്പ തെറിച്ച ബന്ധേ അവനുള്ളൂ. എന്നാലും അവന് വിടുത്തെ ഞാൻ അന്യൻ. കുടുംബം വിറ്റ് കിട്ടിയ പണം എന്തോ തന്നു എന്നൊക്കെ പറയണം. അതുകൊണ്ടൊക്കെ രക്തബന്ധം ഉണ്ടാവൂ. അന്ന് ആ പണം കിട്ടിയത് കൊണ്ടാ ഈ കുടുംബം അന്യാധീനപ്പെട്ട് പോകാണ്ടിരുന്നത്. ഏട്ടൻ അറിയാലോ, ജപ്തി ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി ചെമറില്. അന്ന് ഞാനും എന്റെ മോനും ഏട്ടന്റെ കാല് പിടിച്ചതാ. ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നു എന്നാ നിങ്ങളുടെ വിചാരം? പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാണ്.